ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാഥാസ് കലാഹട്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന 2 കൂൾ ഡ്രിങ്ക്സ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ബനാന ലസ്സിയും ആപ്പിൾ ലസ്സിയും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ലസ്സി തയ്യാറാക്കുന്നത് തൈര് വെച്ചിട്ടാണ്. കട്ട തൈരാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അധികം കട്ടിയാകാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിച്ച തൈര് ആകരുത്, ഒരു മിതമായ അളവിലുള്ള പുളിയേ ഇതിന് പാടുള്ളൂ. പിന്നെ വേണ്ടത് 1 ഗ്ലാസ് തണുത്ത പാലാണ്. പാലും തൈരും ഇതാണ് നമ്മുടെ മുഖ്യ ചേരുവകൾ. സാധാരണ ലസ്സി ഉണ്ടാക്കുന്നത് പാലും തൈരും അതുപോലെ പഞ്ചസാരയും ചേർത്ത് അടിച്ചിട്ടാണ്. ഇപ്പം നമുക്ക് ഫ്ലേവർ ചേർക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് പഴമാണ്. ഒരു 4 ചെറിയ പഴമാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. 1 ഗ്ലാസ് ലസ്സി തയ്യാറാക്കുമ്പോൾ 1.5 സ്പൂൺ പഞ്ചസാര മതിയാകും. പിന്നെ വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈര്, പാല്, പഴം, പഞ്ചസാര. ഇത്രയും മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ലസ്സി തയ്യാറാക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ കട്ടിയാകാത്ത തൈരാണ്. അപ്പോൾ അതിങ്ങനെ വെള്ളം പോലെ കിടക്കും, എന്നാൽ അതിനൊരു മിതമായ അളവിൽ പുളിപ്പുണ്ട്. തണുത്ത തൈരാണ്. തൈരിനോടൊപ്പം തന്നെ ഞാൻ പാലും മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. നമുക്ക് എത്രത്തോളം പഞ്ചസാര മതിയാകുമോ അത്രമാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് പഴത്തിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് പഴം ചേർക്കാം. പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഇത്രയും ചേർക്കണമെന്നില്ല, അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ആകാം. ഇനി നമുക്ക് ഇവയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബനാന ലസ്സി തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഒരു പഴത്തിൻ്റെ പീസും അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിങ്ങയും ഇട്ട് നമുക്ക് നമ്മുടെ ബനാന ലസ്സി ഒന്ന് ഗാർണിഷ് ചെയ്യാം. തൈരിൻ്റെയും പഴത്തിൻ്റെയും എല്ലാം രുചി കലർന്ന നല്ലൊരു ടേസ്റ്റാണ് ഈ ലസ്സിക്ക്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിൾ ലസ്സിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 ആപ്പിൾ എടുത്ത് കഷ്ണമാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തൈര്, പാല്, പഞ്ചസാര, ഐസ് ക്യൂബ്സ് ഇത്രയും ചേർത്ത് അതിലേക്ക് നമ്മൾ ആപ്പിൾ കഷ്ണം കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആപ്പിൾ ലസ്സിയും തയ്യാറായിട്ടുണ്ട്. 1 ആപ്പിൾ പീസും അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിങ്ങയും ഉപയോഗിച്ച് നമുക്ക് ഈ ഡ്രിങ്കും ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 2 ലസ്സികളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇനിയിപ്പം പഴവും ആപ്പിളും ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് തൈരും പാലും പഞ്ചസാര ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ തന്നെ നമ്മുടെ ലസ്സി റെഡിയായി. തൈര് കൊണ്ട് നമ്മൾ സംഭാരം ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലെ ഇനിയും തൈര് കൊണ്ട് നമുക്ക് ലസ്സി ഉണ്ടാക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.